നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്ത് 3 ഉപതെരഞ്ഞെടുപ്പുകളുണ്ടായി. 3 ഉപതെരഞ്ഞെടുപ്പുകളും അവിടുത്തെ സിറ്റിംഗ് എംപിമാരും എംഎൽഎയും ഒക്കെ രാജിവെച്ചതിൻ്റെ പുറത്താണ്. 3 ഉപതെരഞ്ഞെടുപ്പുകളിലും പ്രചരണത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപ ചിലവായി. എനിക്ക് തോന്നുന്നു ഏറ്റവും കുറവ് ചിലവ് വന്നത് വയനാട് മണ്ഡലത്തിലാണെന്ന് തോന്നുന്നു. വയനാട് മണ്ഡലത്തിലെ ചെലവ് കുറയാനുള്ള കാരണം അവിടെ ഏകപക്ഷീയമായ ഒരു വിജയം ഒരു മുന്നണിക്ക് ലഭിക്കും എന്നുള്ള പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. അതായിരിക്കാം അതിന് കാരണം. ഇന്ന് പാലക്കാട് കൊട്ടിക്കലാശം കഴിഞ്ഞു. ഈ 3 ഉപതെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ജാതി സംഘടനകളുടെയും നേതാക്കന്മാർ അതാത് സ്ഥലങ്ങളിൽ പോയി ക്യാമ്പ് ചെയ്താണ് ഇത്രയും ദിവസം തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയത്. കട്ടൗട്ടുകളും പോസ്റ്റുകളും വാഹന പ്രചരണവും ഒക്കെയായി കോടിക്കണക്കിന് രൂപയാണ് ഇതിന് ചെലവഴിച്ചത്. ഈ ചെലവഴിച്ച തുകയുടെ പകുതി പണം ഉപയോഗിച്ച് വയനാട് ദുരന്തത്തിൽ പെട്ട പാവപ്പെട്ട ഒരാൾക്കെങ്കിലും വീട് വെച്ചു കൊടുക്കുവാൻ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് തോന്നിയോ എന്നാണ് നാം ചിന്തിക്കേണ്ടത്. ഇവരെല്ലാം നമ്മുടെ ഉന്നമനത്തിന് വേണ്ടിയും നമ്മുടെ ഭാവി കരുപ്പിടിപ്പിക്കുന്നതിന് വേണ്ടിയൊക്കെയാണ് നമ്മളെ സേവിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്. വോട്ടെടുക്കുന്ന ദിവസം വരെയുള്ള ഒരു പ്രഭുവാണ് പ്രജ എന്ന് പറയുന്നത്. വോട്ടെടുപ്പ് ദിവസം വൈകിട്ട് 6 മണിക്ക് വോട്ടെടുപ്പ് അവസാനിച്ചു കഴിഞ്ഞാൽ, അതല്ല എങ്കിൽ ഇടതുകൈയുടെ ചൂണ്ടുവിരലിൽ മഷി പുരണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രജ എന്ന് പറയുന്നത് ആ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളിൻ്റെ മുമ്പിൽ പോയി ഓച്ചാനിച്ച് നിൽക്കേണ്ട അവസ്ഥയാണുള്ളത്. മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികളെല്ലാം തന്നെ നമ്മളെ സേവിക്കാൻ വേണ്ടിയാണെങ്കിൽ കൂടി നമ്മുടെ ചെല്ലിലും ചെലവിലുമാണ് ഇവർ ജീവിച്ചു വരുന്നത്. കൂടാതെ ഇവർക്ക് ജീവിതകാലം മുഴുവൻ ആരോഗ്യവും ഉണ്ടാവാൻ വേണ്ടി ആരോഗ്യ ഇൻഷുറൻസും അവരുടെ ജീവിത സൗകര്യങ്ങൾക്ക് വേണ്ടി പെൻഷനും കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പക്ഷേ ഈ 3 ഉപതെരഞ്ഞെടുപ്പിൽപ്പെട്ട ഏതെങ്കിലും ഒരു തൊഴിലാളിക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുവാൻ 3 ഉപതെരഞ്ഞെടുപ്പെടുന്ന സ്ഥലങ്ങളിലെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് ആ വയനാട് ദുരന്തത്തിൽപ്പെട്ട ഒരാൾക്കെങ്കിലും വീട് വെച്ചു കൊടുക്കാൻ തോന്നിയെങ്കിൽ എന്ന് നിങ്ങളെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവില്ലേ? കോടിക്കണക്കിന് രൂപയല്ലേ ഇവർ തിന്നു കൊഴുത്ത് ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി ചിലവാക്കിയത്, മന്ത്രിമാരുൾപ്പെടെ ഉള്ളവരെല്ലാം തന്നെ. അതിൽ ഒരാളിനെങ്കിലും തോന്നും എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ആർക്കും തോന്നിയില്ല എന്നുള്ളതാണ് സത്യം. നമുക്ക് വെറുതെ മോഹിക്കാനേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു സത്യസന്ധമായ കാര്യം. തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾ സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തന്നെ എതിർത്ത ആളിൻ്റെ കൂടി ജനപ്രതിനിധിയാണെന്നുള്ളതാണ് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചും നമ്മുടെ ഭരണഘടന അനുസരിച്ചും നാം പഠിച്ചു വച്ചിരിക്കുന്നത്. പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാർ അവിടെ പോയി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ മന്ത്രിമാരും എംഎൽഎമാരും എംപിമാരും പോയി എതിർ കക്ഷിയെപ്പറ്റി കുറ്റം പറയുകയും എതിർ സ്ഥാനാർത്ഥിയെപ്പറ്റി കുറ്റം പറയുകയും എതിർ രാഷ്ട്രീയക്കാരൻ്റെ കോട്ടങ്ങളെപ്പറ്റി പറയുകയും ചെയ്യുന്നത് അയാൾക്ക് വോട്ട് ചെയ്ത ആൾക്കാരോടുള്ള ഒരു അപമതിപ്പല്ലേ ഉള്ളത്? അതല്ലേ സത്യം കൂടി? ഒരു സ്ഥാനാർത്ഥിക്കെങ്കിലും അങ്ങനെ തോന്നുമെന്നുള്ള വിചാരം ആർക്കെങ്കിലുമൊക്കെ തോന്നിക്കാണില്ലേ? എത്ര കോടിക്കണക്കിന് രൂപയാണ് ഇവർ ചിലവാക്കിയത്? ഒരുപക്ഷെ ഇവർ ചിലവാക്കിയ തുക, ഒരു സ്ഥാനാർത്ഥി ചിലവാക്കിയ തുക, അല്ലെ ഒരു പാർട്ടി 3 മണ്ഡലങ്ങളിലായി ചിലവാക്കിയ തുകയുടെ ഒരു 1/3 ഉണ്ടായിരുന്നെങ്കിൽ 10, 50, 100 വീടുകൾ ആ പാവപ്പെട്ടവർക്ക് വെച്ചു കൊടുക്കാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ ചിന്തിക്കേണ്ടതല്ലേ ഇവർ ചെയ്യേണ്ടത്? അങ്ങനെ ആയിരുന്നെങ്കിൽ ചരിത്രത്തിൽ ആ സ്ഥാനാർത്ഥിയുടെ പേര് രേഖപ്പെടുത്തുകയും കൂടാതെ അയാൾക്കെതിരെ വോട്ട് ചെയ്യാൻ പോലും കാത്തിരുന്നവർ പോലും അയാൾക്ക് വോട്ട് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവില്ലേ? ഇങ്ങനെയൊക്കെ ചിന്തിക്കുവാൻ ഈ സ്ഥാനാർത്ഥികൾ കഴിയാത്തത് എന്താണ്? കാരണം ഇവരുടെ ആരുടെയും ലക്ഷ്യം നമ്മുടെ ഉന്നമനമല്ല, അവരുടെ ഭാവിയും അവരുടെ ഉന്നമനവും അവരുടെ പാർട്ടിയുമാണ്. അതുകൊണ്ടാണല്ലോ തലേദിവസം രാത്രി വരെ ഓരോരുത്തരാക്കിയെടുക്കുവാൻ ഓരോ പാർട്ടിക്കാരനും ചിലവാക്കുന്ന തുക, സമയം, ഓരോ പാർട്ടിയും അതിനുവേണ്ടി എടുക്കുന്ന സമയം, ഒരാളൊരു നേതാവായി വരാനെടുക്കുന്ന സമയം ഒക്കെ വളരെ വലുതാണ്. അതിനെയെല്ലാം ഒറ്റ രാത്രി കൊണ്ട് എടുത്തെറിഞ്ഞിട്ട് പിറ്റേ ദിവസം കാണുന്ന ഒരാളുടെ കൂടെ പോകുവാൻ തോന്നുന്നുവെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിക്കോണം, ഇവർക്ക് അവരോട് തന്നെ ഒരു ലജ്ജയുള്ള ജീവിതമില്ല എന്ന്. എപ്പോൾ വേണമെങ്കിലും ആരോടെപ്പോഴും കൂടാൻ, അധികാരത്തിന് വേണ്ടി കൂടാൻ കഴിയുന്നവരാണ് നമ്മുടെ രാഷ്ട്രീയക്കാർ. ഇവരെയൊക്കെ സഹിക്കാൻ വിധിക്കപ്പെട്ടവരാണ് പാവം ഇന്ത്യക്കാർ. എന്നെങ്കിലും ഇവരുടെ മനസ്സ് മാറുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
നന്ദി, നമസ്കാരം.